നമസ്കാരം. 10-ാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മെയ് 25 മുതൽ മെയ് 31 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ വളരെ ഉത്സാഹഭരിതമായ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ പ്ലാനിങ്ങോടുകൂടി അവർ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ആരംഭിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ, കൂടുതൽ ഗുണകരമായി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളുടെ കർമ്മരംഗത്ത് സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുമൊക്കെ എടുക്കുന്ന ദിവസമായിരിക്കും. തുടർന്നുള്ള 2 ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ, ഞായർ തിങ്കൾ ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണെങ്കിലും ചൊവ്വ ബുധൻ ദിവസങ്ങൾ ചെറിയൊരു ആലസ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ, ചിലപ്പോൾ എടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കലഹമോ അഭിപ്രായ വ്യത്യാസമോ മേലധികാരികളോടോ സഹപ്രവർത്തകരോടോ ഉണ്ടാകാം. അതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഗുണം, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾ ആലോചിച്ചുറപ്പിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള മനസാന്നിധ്യവും അതിന് അനുസരിച്ചുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരുങ്ങുന്ന അവസ്ഥയെല്ലാം വരുന്നുണ്ട്. പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥയാണ് ആഴ്ചയുടെ നേർപകുതിക്ക് ശേഷം ഇവർക്ക് കാണുന്നത്. എന്നാൽ അവസാനത്തെ ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സായാഹ്നത്തിന് ശേഷം ശനിയാഴ്ച മാതാവിന് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം ആഴ്ചയുടെ അവസാന ദിവസം. സ്കിൻ സംബന്ധമായ അസുഖമോ യാതൊരു കാരണവുമില്ലാതെ തന്നെ വിഷാദം പോലെ എന്തെങ്കിലും മനസ്സിനെ ബാധിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കണം. വീട്ടിൽ ചില അറ്റകുറ്റപ്പണികളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടക്കുന്നതിനാൽ അലർജി അസുഖമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. പൊടിപടലങ്ങളാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ നിമിത്തമുണ്ടാകുന്ന മാലിന്യങ്ങളോ മറ്റോ നിമിത്തമുണ്ടാകാവുന്ന അലർജി അസുഖങ്ങളും ബാധിക്കാനുള്ള ഇടയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. എന്നാൽ സാമ്പത്തികമായി ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ, അതായത് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉയർച്ചയും പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക നേട്ടത്തിന് കാരണമാകുന്ന ജോലിക്ക് വളരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെ ശക്തമായ രീതിയിൽ ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഹവസിക്കാനും ബന്ധുമിത്രാദികളൊപ്പം യാത്ര ചെയ്യാനും സാധിക്കുന്നു. അവരോടൊപ്പമുള്ള സംരംഭങ്ങൾക്ക് കൂടുതൽ വിജയം കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ രാഹു മാറ്റം യഥാർത്ഥത്തിൽ ഈ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഗുണമാണ്. 11-ലാണ് രാഹു വരുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും, പ്രത്യേകമായ കഴിവുകൾ ഉള്ളവർക്ക് അത് വികസിപ്പിച്ച് കൂടുതൽ ധനനേട്ടത്തിനും പ്രശസ്തിക്കും സാധ്യതയുമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയോ പഠനമോ യാത്രയോ ഒക്കെ തരപ്പെടുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ താരതമ്യേന മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 25, 26 ഉച്ചവരെ, ശേഷം 28 ഉച്ച കഴിഞ്ഞ് 29, 30 സായാഹ്നം വരെയും ഗുണകരമായിട്ട് കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെ ചില ചെറിയ സംഘർഷാവസ്ഥകളോ ചെറിയ മാനസിക വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അധിക ചെലവോ ചിലപ്പോൾ പ്രയോജനപ്പെടാത്ത യാത്രകളോ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അതായത് യാത്ര കൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥ, അതുപോലെ പ്രത്യേകമായി എന്തെങ്കിലും ഒരു ആലസ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉഴപ്പോ ജോലിയെ ബാധിക്കുന്ന ഒരവസ്ഥ, സാമ്പത്തികമായി അധിക ചെലവിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ പകുതിക്ക് തൊട്ടടുത്തുള്ള 2-3 ദിവസങ്ങൾ, അതായത് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കാര്യക്ഷമതയോടുകൂടി ഇടപെടാനും തങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ ബുദ്ധിയും മനസ്സും നന്നായി പ്രവർത്തിപ്പിച്ച് ഇവർക്ക് അതിൽ നേട്ടമുണ്ടാക്കാനും സാധിക്കും. മറ്റുള്ളവരുമായി നന്നായി ഇടപഴകുവാനും സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തോടും മനസ്സിനോടും കൂടുതൽ കൂറ് പുലർത്തുന്നവരുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായി ചമഞ്ഞ് നടക്കുക, അതുപോലെ തന്നെ നന്നായി പെരുമാറാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു
പിന്മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ആ അശ്രദ്ധയൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ഈ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ. അതുപോലെ തന്നെ സാമ്പത്തികമായി ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ഗുണം കാണുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ട മീറ്റിങ്ങുകളിലായാലും ശരി, മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചാവേളകളിലായാലും ശരി, അവിടെയൊക്കെയും ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ദിവസങ്ങളിലെ പ്രധാന പ്രത്യേകത. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ, അതായത് വെള്ളി, ശനി ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഓവറായിട്ടുണ്ടാകുന്ന ഒരു വിശ്വാസത്തിൻ്റെയും, അതായത് ആത്മവിശ്വാസത്തിൻ്റെ വർധനവ് കാരണമുണ്ടാകാവുന്ന ചില വാക്കുകളിലെ താളപ്പിഴകൾ മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുവാനോ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി തങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുവാനോ സാധ്യതയുണ്ട്. വീട്ടിലും അതുപോലെ സമൂഹത്തിൽ അയൽപക്കവുമായി ഇടപെട്ടുമൊക്കെ ഇത്തരത്തിലുള്ള വർത്തമാനത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ ദോഷമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തികമായി ഇവർക്ക് ആഴ്ചയുടെ പകുതിക്ക് ശേഷം അല്ലെങ്കിൽ പകുതിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ തൊട്ട്, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളൊന്നും സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷം കാണുന്നില്ല. ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വിജയിക്കാനും സാധിക്കുന്നു. വാക്ക് അല്പം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. ആഴ്ചയുടെ അവസാന ദിവസം അത്തരം മോശപ്പെട്ട അവസ്ഥകളും മാറുന്നതായിട്ടാണ് കാണുന്നത്. നന്നായി പെരുമാറുന്നതായും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ നോക്കിയാൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരമാണ്. ഇവർക്കും ഈ രാഹുവിൻ്റെ മാറ്റം ഗുണകരമായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങളിൽ 3, 6, 11 ഭാവങ്ങളിൽ മാത്രമേ രാഹു ഗുണം ചെയ്യുള്ളൂ എങ്കിലും 10ാം ഭാവത്തിൽ പ്രത്യേകമായ ഒരു അനുഗ്രഹം പറയുന്നുണ്ട്. അതായത് അത് ആരോഗ്യ സംബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിജയത്തിൻ്റെ കാര്യമോ അല്ല, പക്ഷേ പ്രത്യേകമായ കഴിവുകൾ ഉള്ളവർക്ക്, വിദേശവുമായി ബന്ധപ്പെട്ട ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർക്ക്, മാതൃഭാഷ അല്ലാത്ത മറ്റു ഭാഷകളിൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിജയിക്കാവുന്ന ഒരു അവസരമാണ് 10ലെ രാഹു നൽകുന്നത്. ശാരീരികമായ അവശതയും ത്വക്കുരോഗവുമൊക്കെ വരുമെങ്കിലും അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26 ഉച്ച കഴിഞ്ഞ് 27, 28 ഉച്ചവരെയും ശേഷം 30 സായാഹ്നത്തിന് ശേഷം 31 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തനങ്ങളിൽ വിജയത്തിനും കാണുന്നു. അവരുടെ ജോലി അല്ലാത്ത മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും സമാന്തരമായി ധനം ശേഖരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മങ്ങളുമൊക്കെ തന്നെ വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മൂത്ത സഹോദരൻ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ളവർ, ഇവരുമായി ബന്ധപ്പെട്ട് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. വീടിൻ്റെ അല്ലെങ്കിൽ തറവാടിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ചില ഗുണങ്ങൾ കിട്ടുന്നതായി അറിയാൻ സാധിക്കുന്നു ഈ ദിവസങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തീരുമാനം പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വിജയത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. വരുമാനം വർദ്ധിക്കുന്നു. സാമ്പത്തികമായ നേട്ടത്താൽ പുതിയ ആഗ്രഹങ്ങൾ പലതും സാക്ഷാത്കരിക്കപ്പെടുന്നു. യാത്ര കൊണ്ട് പ്രയോജനം കാണുന്നു. പൊതുവെ നല്ല അന്തരീക്ഷവും മാനസിക സുഖവും കാണുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് ചെലവിൻ്റെ ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. മറ്റേതോ തരത്തിലുള്ള ആലസ്യമോ പ്രവർത്തനങ്ങളിൽ ചെറിയ മാന്ദ്യമോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് തങ്ങളുടെ കർമ്മമേഖലയിൽ ഒരല്പം ഉഴപ്പൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം എന്ന് പറയാവുന്ന ദിവസങ്ങളല്ല ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ. കൂടുതലായി പണം ചെലവഴിക്കപ്പെടുക, വരവ് കുറഞ്ഞാലും പണം കൂടുതൽ ചെലവഴിക്കപ്പെടുന്നതായി തോന്നാം. കാരണം ചിലവ് അങ്ങനെ നിലനിൽക്കുമല്ലോ. വരവിനനുസരിച്ച് ചിലവ് പ്ലാൻ ചെയ്യുന്ന ഒരു സ്വഭാവം മലയാളിക്ക് അല്പം കുറവാണ്. വളരെ കുറച്ചു പേർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 12ൽ സഞ്ചരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ചിലവ് വർദ്ധിക്കാം. പ്രത്യേകിച്ച് വരവിന് ആധാരമായ കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എങ്കിൽ ചിലവ് ക്രമാതീതമായി വർദ്ധിക്കും. എന്നാൽ അതിനുശേഷം, അതായത് ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് കൂടുതൽ ഗുണകരമായി കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. കർമ്മത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, തൊഴിലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിനെ മാറ്റി നിർത്തിയിരുന്ന ഘടകങ്ങളൊക്കെ മാറുന്നു. കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി, കർമ്മശേഷിയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങൾ നല്ലതാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ശനിയാഴ്ച മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം. കലഹമോ അഭിപ്രായ വ്യത്യാസമോ ചിലപ്പോൾ കയ്യാങ്കളിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലജന്യമായ അസുഖങ്ങൾ ബാധിക്കാനും സാധ്യതയുണ്ട്. നീർവീഴ്ച, നീർക്കെട്ട്, നട്ടെല്ലിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം,
ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ വരാം. എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്നല്ല അർത്ഥം, ഇതിലേതെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26 ഉച്ചവരെയും ശേഷം 28 ഉച്ച കഴിഞ്ഞ് 29, 30 സായാഹ്നം വരെയും ഗുണകരമാണ്, താരതമ്യേന ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ഓളം ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ തുടക്കത്തിലെ 5ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിലാണ്, അവരുടെ കർമ്മരംഗത്താണ് കൂടുതൽ അവർക്ക് ശോഭിക്കാൻ സാധിക്കുക. കൂടുതൽ വിഭവശേഷിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അതായത് പ്രത്യേകിച്ചും മേലധികാരിയുടെയും സഹപ്രവർത്തകരുടെയും ഇവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വർദ്ധിക്കുന്നു. കൂടുതൽ കർമ്മ സാധ്യതകൾ ഇവർക്ക് കിട്ടുന്നതായി കാണുന്നു, അല്ലെങ്കിൽ അത്തരം അറിവുകൾ ഇവർക്ക് ലഭിക്കുന്നു. പുതിയ ആശയങ്ങൾ ഇവരുടെ പ്രവർത്തന രംഗത്തേക്ക്, ഇവരുടെ തൊഴിൽ മേഖലയിലേക്ക് ഇവർ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പുഷ്ടി പ്രാപിക്കുന്നതായി, കർമ്മമേഖല കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണാം. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവുമാണ് പ്രധാനമായി ആഴ്ചയുടെ തുടക്കത്തിലെ 5ഓളം ദിവസങ്ങൾ കാണുന്നത്. ഇത് തൊഴിലില്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ തൊഴിൽ നേടുന്നതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാം, അല്ലെങ്കിൽ അത്തരം സമീപനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതായി കാണാം. അതായത് തൊഴിൽ കിട്ടുന്നു എന്നുള്ളതിൻ്റെ പോസിറ്റിവിറ്റി വർദ്ധിക്കാം. സാമ്പത്തികമായ നേട്ടം കിട്ടുന്നതിൻ്റെയും ഒരു നല്ല വശങ്ങൾ കൂടുതലായി വർദ്ധിക്കാം. കൂടുതൽ പണം കൈകളിലേക്ക് വന്നു ചേരാം. ഇഷ്ടപ്പെട്ട വ്യക്തികൾ, തറവാട്ടിൽ തന്നെ കാരണവസ്ഥാനത്തുള്ളവർ, ജ്യേഷ്ഠ സഹോദരന്മാർ, ഇവരുടെയൊക്കെ സഹായം ഒന്നുകിൽ സാമ്പത്തികമായ രൂപത്തിലോ അതല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള മറ്റു സഹകരണ അടിസ്ഥാനത്തിലൊക്കെ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ ആദ്യത്തെ 5 ദിവസങ്ങളും. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ ചില പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഉദരസംബന്ധമായോ അതല്ലെങ്കിൽ കാൽപാദത്തിലോ കാൽമുട്ടിലോ ഒക്കെ എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവരും മറ്റുമൊക്കെ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വർദ്ധിച്ച ഭാരമെടുക്കുന്നവരും അടുക്കളയിൽ പെരുമാറുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളും മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരും, അതായത് കത്തി, കുന്തം, തീയുമായും ഇലക്ട്രിസിറ്റിയുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശാരീരികമായ അപകടം, മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ, അതുപോലെ തന്നെ പൊള്ളലേൽക്കാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടിമിന്നലിൻ്റെയൊക്കെ കാലമാണ് ഇനി വരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, ജാഗ്രതയോടുകൂടി ചെയ്യണം എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. ഇത്രയും കാലം മാർച്ച് 29 വരെ അഷ്ടമത്തിൽ ശനിയായിരുന്നു. ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പല നക്ഷത്രക്കാർക്കും അപ്പോൾ ദോഷങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇവർ കാര്യങ്ങൾ ചെയ്യുവാൻ. കാരണം പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം സ്കിൻ സംബന്ധമായ അസുഖമോ ആശങ്കകൾ വർദ്ധിക്കുന്ന അവസ്ഥയോ കാണുന്നു. ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അത് BP സംബന്ധമായ അസുഖം വർദ്ധിക്കാനും അതുപോലെ തന്നെ അത് ഹൃദയത്തെ ബാധിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാലും ഇപ്പോൾ വ്യാഴം 12-ൽ കൂടെ ആയതുകൊണ്ട് ഈശ്വരാധീനത്തിൻ്റെ ഒരു ചെറിയ കുറവും കാണുന്നു. ആകെ ഇവരെക്കൊണ്ട് ജൂൺ 1 വരെയുള്ള ഗുണം, അതായത് ഈ ആഴ്ചയിൽ പൊതുവെയുള്ള ഗുണം 9-ൽ നിൽക്കുന്ന ദേവീ കടാക്ഷമാണ്. ശുക്രൻ സൗമ്യരാശിയിൽ നിൽക്കുന്നതിനാൽ, അതായത് യുഗ്മരാശിയിൽ നിൽക്കുന്നതിനാൽ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഇവരുടെ ഭരദേവതയുടെയൊക്കെ അനുഗ്രഹം ഇവർക്കുണ്ടാകും. ആ ഒരൊറ്റ അനുഗ്രഹത്താൽ തന്നെ പല കാര്യങ്ങളെയും ഇവർക്ക് മറികടക്കാനും സാധിക്കും. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ഉച്ചവരെയും ശേഷം 30 സായാഹ്നത്തിന് ശേഷം 31 നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഇപ്പോൾ 7-ലാണ് രാഹു സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിൽ ശനിയുമുണ്ട്. അഷ്ടമത്തിലെ ശുക്രൻ ദോഷമൊന്നും ചെയ്യില്ല. ശുക്രൻ അവിടെ ഉച്ചാവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷത്തെ കുറച്ചു കാലമെങ്കിലും ശുക്രൻ തടഞ്ഞു വയ്ക്കുമെന്ന് ചിന്തിക്കാം. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഗുണമാണ്. 10-ൽ സൂര്യനും ഗുണമാണ്. സൂര്യനും ബുധനും ഒരുമിച്ച് നിൽക്കുന്നത് അത്ര നല്ലതല്ലെങ്കിലും ഒരു പ്രത്യേക കഴിവുകളുടെയൊക്കെ പശ്ചാത്തലം, നിപുണയോഗം എന്ന യോഗം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ലഗ്നാൽ കിട്ടുന്ന ഒന്നാണ്. ചന്ദ്രാൽ സൂര്യനും ബുധനും കേന്ദ്രഭാവങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം, പ്രത്യേകിച്ചും 10-ൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, കർമ്മരംഗത്ത് അവർക്ക് കുറച്ചുകൂടി നന്നായി ശോഭിക്കാൻ സാധിക്കും.
തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി അവർക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മമേഖല കൂടുതൽ നന്നായി മുന്നോട്ട് പോകുന്നു. ധനപരമായ നേട്ടവും ഉണ്ടാകുന്നു. കാരണം 11-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടം ഇവർക്കുണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നു. ചിലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനം ഇവരിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. പ്രധാനമായും ഇവർ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, രാഹുകേതുക്കളുടെ സാന്നിധ്യം ഇവരുടെ ലഗ്നത്തിലേക്ക്, ജന്മത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയാണ് പ്രധാന ഒന്ന്. അണുബാധ ഏൽക്കാനുള്ള സാധ്യത, ഇൻറ്റേണലായി അതായത് ആഭ്യന്തരമായി ആന്തരികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായോ അല്ലെങ്കിൽ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. വെള്ളം കൂടി അതായത് ജലം ശരീരത്തിലേക്ക് അധികം ചെല്ലുന്നില്ലെങ്കിൽ ഈ ക്ലെൻസിങ് എഫക്റ്റ് വളരെ കുറയും. ശരീരത്തിൻ്റെ ആന്തരിക ഭാഗത്തെ ക്ലീൻ ചെയ്യുന്ന അവസ്ഥ കുറയും. അതിനുള്ള സാധ്യത രാഹുകേതുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധയും ആലസ്യവുമൊക്കെ വരാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളുടെ ഒരു സംവിധാനം എല്ലായിടത്തും കാണുന്നുണ്ട്. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതിനാൽ തന്നെ അശ്രദ്ധ, അതുപോലെ തന്നെ തനിക്ക് ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യവും അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാവുന്ന, അനാരോഗ്യവും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാവുന്ന മേഖലയിലൂടെ ശ്രദ്ധയില്ലാതെ നടന്നു പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി സമ്മാനിക്കും. 7-ൽ രാഹു കൂടിയാകുമ്പോൾ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില നീച ബന്ധങ്ങൾ, അധമ ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം. അതിൽ നിന്നും പേരുദോഷമോ കുഴപ്പമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത്തരം അവസ്ഥകളിൽ നിന്ന് രോഗവും ഇവർക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിലും ഒട്ടുമേ ദോഷം ഇവർക്കുണ്ടാകില്ല. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ പൊതുവെ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളും ആദ്യ പകുതിക്ക് ശേഷമുള്ള 2 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും കർമ്മത്തിലും കർമ്മശേഷിയിലും അതുപോലെ തന്നെ വരുമാന വർധനവിലും അത് കൃത്യമായി കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ചില സംഘർഷാവസ്ഥകൾ ഉണ്ടാകാം. ശാരീരികമായ അവശതയോ കൂടുതൽ ചിലവോ, അതും സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ചിലവോ ഒക്കെ കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26 ഉച്ചകഴിഞ്ഞ് 27, 28, 29, 30 സായാഹ്നം വരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം 10ാം ഭാവത്തിലും ചൊവ്വ 11-ലും നിൽക്കുന്നു. അതുപോലെ തന്നെ 6-ലാണ് രാഹു. 3, 6, 11 രാഹുവിന് നല്ലതാണ്. 7-ൽ ശുക്രൻ അത്ര നല്ലതല്ല. ചന്ദ്രാൽ 7-ൽ, 6-ലും 7-ലും 10-ലും ശുക്രൻ സഞ്ചരിക്കുന്ന കാലം ദോഷമാണ്. ശുക്രൻ ഉച്ചനായതുകൊണ്ട് ആ ദോഷസ്ഥിതിക്ക് ഒരു കുറവ് നമുക്ക് ചിന്തിക്കാം. ശനി കൂടി 7-ൽ നിൽക്കുന്നതിനാൽ ഒരു കണ്ടകശനിയുടെ എഫക്റ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ശുക്രൻ പകുതി ഇവിടെ പാപനാണ്. പിന്നെ 9-ൽ സഞ്ചരിക്കുന്ന ബുധൻ അതും അത്ര നല്ലതല്ല. 2, 4, 6, 8, 10, 11 ഭാവങ്ങളിലാണ് ബുധൻ ചന്ദ്രാൽ ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. 12ാം ഭാവാധിപൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും ചിലവ് വർദ്ധിക്കാം. തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ കഴിവുകൾ വേണ്ടത്ര ഗുണകരമായി, വേണ്ടത്ര ഇഫക്റ്റീവായി, ഫലപ്രാപ്തിയോടുകൂടി ചെയ്യുവാൻ സാധിക്കില്ല എന്നൊരവസ്ഥയൊക്കെ വരാം. 10-ലെ വ്യാഴവും അത്ര നല്ലതല്ല. ചന്ദ്രാൽ 2, 5, 7, 9, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് വ്യാഴം ഗുണം ചെയ്യുക. 10-ൽ വ്യാഴം ഗുണം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല ആചാര്യന്മാർ. ആളുകൾ മാറ്റിയും മറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്തെന്നൊന്നും മനസ്സിലാവുന്നില്ല. പ്രധാനമായി 10ാം ഭാവത്തിൽ പ്രധാനമായും ചന്ദ്രൻ്റെ 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്തൊരു ചേഞ്ച് വരാം. 10-ലെ വ്യാഴം പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ഒരു സാത്വിക ലക്ഷണം വെച്ച് വളരെ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ലെങ്കിലും കർമ്മരംഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വിഘ്നമോ അല്ലെങ്കിൽ കർമ്മരംഗത്ത് പ്രവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികം കിട്ടുന്നതിന് തടസ്സമോ, ജോലിയിൽ മാറ്റമോ, പദവിയിൽ മാറ്റമോ ഒക്കെ ഉണ്ടാകാം. ജോലി നഷ്ടപ്പെടും എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത്തരം ചില പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ 7-ൽ നിൽക്കുന്ന ശുക്രൻ ഒരിക്കലും അവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലോ മറ്റേതെങ്കിലും കഴിവിൻ്റെ കാര്യത്തിലോ ദോഷം വരുത്തില്ല. മറിച്ച് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. 7ാം ഭാവത്തിൽ കാരകഭാവേ നിൽക്കുന്നതിൻ്റെ ഒരവസ്ഥ കൂടി ചിന്തിക്കണം. ഉച്ചനായതിനാൽ അതിലൊന്നും വലിയ ദോഷം വരില്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 7-ൽ ശനി കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. 6-ലെ രാഹു ഇവർക്ക് ഗുണമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന ചില അടക്കി വെച്ച ആഗ്രഹങ്ങൾ
അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ആഗ്രഹങ്ങൾ അത് ഉണർന്നെണീൽക്കാം. അത് കൂടുതൽ ഫലവത്തായി മുന്നോട്ട് വരാനുള്ള സാധ്യത, കടബാധ്യതയിൽ നിന്ന് മോചനം, ഉദരസംബന്ധമായ എന്തെങ്കിലും രോഗമുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് മുക്തി, ശാരീരികമായ എന്തെങ്കിലും ത്വക്ക് സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നുമൊക്കെ ചെറിയ തോതിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകാൻ സാധിക്കും. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു, യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മനസ്സിന് സമാധാനവും ആഹ്ലാദവും ലഭിക്കുന്ന യാത്രകൾ അല്ലെങ്കിൽ സഹവാസങ്ങൾ നടത്താൻ സാധിക്കുന്നു. സാമീപ്യം കൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ രണ്ടാം പകുതി, പ്രത്യേകിച്ചും പ്രവർത്തന വിജയത്തിലും സാമ്പത്തിക നേട്ടത്തിലും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 ഉച്ചകഴിഞ്ഞ് 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 9 വ്യാഴം പോയി എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗുണമാണ്. പക്ഷേ 5-ലാണ് 1, 2, 3, 4 5-ലാണ് ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്നത്. രാഹുവിൻ്റെ 5-ലെ സഞ്ചാരം അത്ര നല്ലതല്ല. 6-ൽ ശുക്രൻ സഞ്ചരിക്കുന്നതും നല്ലതല്ല. പക്ഷേ 6-ലെ ശനി ഇവർക്ക് ഗുണകരമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ബുധൻ അഷ്ടമത്തിൽ ദോഷമൊന്നും ചെയ്യില്ല. സൂര്യൻ അഷ്ടമത്തിൽ പ്രശ്നങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. 10-ാം ഭാവത്തിൽ ഇവർക്ക് സഞ്ചരിക്കുന്നത് ചൊവ്വയും 11-ൽ കേതുവുമാണ്. 10, 11, 9 ഭാവങ്ങൾ ഇവർക്ക് ഗുണകരമാണ്. ഈശ്വരാധീനം, കർമ്മരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ശക്തിയും, വരുമാന വർധനവ്, പ്രത്യേകിച്ചും മേലധികാരികളുടെ പ്രീതി നേടാനൊക്കെ സാധിക്കുന്നു. അതേസമയം തന്നെ അഷ്ടമത്തിൽ പോയി സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മേലധികാരികളുമായി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതും തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും പൊതുവെ ഇവർക്ക് സൂര്യൻ്റെ രാശിയിൽ കേതു 11-ാം ഭാവമായി ഭവിച്ചുകൊണ്ട് നിൽക്കുന്നതിനാൽ ഉയർന്ന ആൾക്കാരിൽ നിന്നുമൊക്കെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഗുണമോ സാമ്പത്തിക നേട്ടമോ ഉണ്ടാകാം. അവരുമായി തെറ്റാനുള്ള സാധ്യതയും വിരളമല്ല എന്ന് ഞാൻ പറയുന്നു. രണ്ടും കൂടി ചിന്തിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അതുപോലെ തന്നെ പിതാവിന് എന്തെങ്കിലും ശാരീരികമായ അവശതയോ പിതാവുമായ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് തന്നെ നേത്രങ്ങൾ, ഹൃദയം, പിന്നെ ഞരമ്പുകൾ ഈ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനോ ദോഷങ്ങൾ ഓൾറെഡി ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. രോഗം പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് നയനം, അതുപോലെ തന്നെ ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്താണ്. പിന്നെ വേറൊന്ന് ചിന്തിക്കാവുന്നത്, ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹു 5-ലായതിനാൽ സന്താനങ്ങളുടെ അലർജി അസുഖവും ത്വക്ക് സംബന്ധമായ രോഗവും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ക്ലൈമാറ്റിക് കണ്ടീഷൻ ആരംഭിച്ചിരിക്കുന്നതിനാൽ, അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് പെട്ടെന്നായിരിക്കുമല്ലോ അവർക്ക് അസുഖങ്ങളൊക്കെ വരിക. പ്രതിരോധ ശക്തി താരതമ്യേന കുറവായതിനാൽ അതുകൊണ്ട് അലർജി അസുഖങ്ങൾ, ഈ തണുപ്പ് അല്ലെങ്കിൽ ജലം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതിൻ്റെയോ നേരാംവണ്ണം തലയിൽ നിന്ന് ഈർപ്പം പോകാത്തതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാകാവുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്കും വരാം, ഇവരുടെ സന്താനങ്ങൾക്കും അത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക നേട്ടത്തിന് ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. സർവോപരി സർവേശ്വരനായ വ്യാഴം 9-ൽ നിൽക്കുന്നതിനാൽ ഈശ്വരാധീനവും ഇവർക്ക് കാണുന്നു. ബുധൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം അത്ര ബലവാനല്ലെങ്കിലും 9-ാം ഭാവം കൊണ്ട് ഇവിടെ ഗുണത്തെ ചെയ്യുന്നു. ഉദരസംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ശുക്രൻ 6-ൽ നിൽക്കുമ്പോൾ കുളിച്ചു തികട്ടലിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. ശനിയും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ 6-ലെ ശനി ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെ മാറ്റുന്നു, ഗുണത്തെ കൊടുക്കുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനം. സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നു. ആരോഗ്യം ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇവരുടെ കണ്ടകശനി മാറിയതും അതുപോലെ തന്നെ വ്യാഴം അഷ്ടമത്തിലേക്ക് പോയതുമാണ്. രാഹു 4-ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. പലരും എഴുതി ചോദിക്കുന്നു, കണ്ടകശനി മാറി പക്ഷേ ഉടൻ തന്നെ രാഹു അങ്ങോട്ടേക്ക് വന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രാഹു 4-ൽ വന്നത് അത്ര നല്ലതല്ല. 4-ാം ഭാവത്തിലേക്ക് വന്നു. രാഹു ശനിക്ക് തുല്യമായിട്ടും കേതു ചൊവ്വയ്ക്ക് തുല്യമായിട്ടുമാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ 4-ാം ഭാവത്തിലേക്ക് രാഹു വരുമ്പോൾ പഴയ ഒരു കണ്ടകശനിയുടെ എഫക്റ്റ് വരുമോ എന്നൊരു ചിന്ത വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം, ദേവിയുടെ ഭാഗ്യവും അനുഗ്രഹങ്ങളും ഇവരിലേക്ക് ചൊരിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഭാഗ്യത്തിന് ചെറിയ തടസ്സം ഉണ്ടാക്കും. അല്ലെങ്കിൽ
വ്യാഴം ഈ സാത്വിക ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയായതിനാലും ഈശ്വരാംശം വർദ്ധിച്ചിരിക്കുന്ന ഗ്രഹമായതിനാലും നിർവീര്യനായി നിൽക്കുമ്പോൾ, ശത്രുരാശിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വ്യാഴം ബലക്ഷയം കാണിക്കുന്നു. ആ ബലക്ഷയം ദോഷം ഉണ്ടാക്കാനുള്ള ഒന്നല്ല. സാധാരണ ശുഭഗ്രഹങ്ങൾക്ക് ബലം കുറയുമ്പോൾ അവർ പ്രവർത്തിക്കാതെയിരിക്കും എന്നേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ചും വ്യാഴം. അപ്പോൾ അവർ 8-ൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ദോഷത്തെ അധികമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഒരു ദോഷം വന്നാൽ അതിൽ നിന്ന് കരകയറ്റാൻ 8-ൽ നിൽക്കുന്ന വ്യാഴത്തിന് സാധ്യമാവുകയില്ല. അതാണ് ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് വൃശ്ചികക്കൂറുകാർ ഇപ്പോൾ വിഷ്ണു പ്രീതി വരുത്തണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി വിഷ്ണു ക്ഷേത്ര ദർശനവും മഞ്ഞപ്പട്ടു സമർപ്പിക്കലും പാൽപ്പായസ നൈവേദ്യവും നെയ്വിളക്ക് കത്തിക്കലുമൊക്കെ ആവാം. അത് ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ശ്രീരാമക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ഏറ്റവും പ്രധാനം കലിയുഗത്തിൽ ജപമാണ്. പല ആവർത്തി ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. ഏറ്റവും ചെറിയ മന്ത്രം ഒരുപാട് നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നത് കൊണ്ട് അതാണ് കൂടുതൽ ഫലപ്രദമായി വരിക. വലിയ ശ്ലോകങ്ങളുള്ള സംസ്കൃത പാണ്ഡിത്യമൊക്കെ വിളിച്ചോതുന്ന മന്ത്രങ്ങളൊന്നും ചൊല്ലണമെന്നില്ല. അതൊക്കെ വെറുതെ ആളുകളെ ഗർവ് കാണിക്കാൻ മാത്രമാണ്. അല്ലെങ്കിൽ അതിൻ്റേതായ ആഴങ്ങളിലേക്ക് പോകണം, അത് വേറൊരു തലമാണ്. സാധാരണക്കാരന് ഏറ്റവും സിമ്പിളായി പറയാവുന്ന ഒന്നാണ് ഓം നമോ നാരായണായ. അത് ഏറ്റവും കൂടുതൽ ചൊല്ലുക. തീർച്ചയായും വ്യാഴത്തിൻ്റെ പ്രീതി കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പിതാവിനത്ര നല്ലതല്ല. മാത്രമല്ല വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ജോലികളിലോ അല്ലെങ്കിൽ പഠനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിദേശത്ത് താമസിക്കുന്നവർക്കുള്ള സൗകര്യപ്രദമായ കാര്യങ്ങളിലോ ഒക്കെ ചെറിയ തടസ്സങ്ങളെങ്കിലും ഉണ്ടാക്കാം. വലിയ ദോഷമൊന്നും ചൊവ്വയും അവിടെ ചെയ്യില്ല. കാരണം കർക്കിടക രാശിയിൽ ചൊവ്വയ്ക്ക് പ്രത്യേക ബലമുണ്ട്. സ്വയം നീചഭംഗ രാജയോഗം ചെയ്താണ് ചൊവ്വ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ദോഷം വലുതായിട്ട് വരില്ല. എന്തായാലും പൊതുവേ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. അതിനുശേഷം ആഴ്ചയുടെ 2ാം പകുതിയാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷം. തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ പകുതി വരെയുള്ള ദിവസങ്ങൾ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കുറേ കാലമായി തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തുടങ്ങുകയും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് തങ്ങളുടെ മനസ്സ് തുറക്കുകയും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പോസിറ്റീവായ തീരുമാനമുണ്ടാവുകയും പ്രണയബന്ധങ്ങളിൽ വിജയമുണ്ടാവുകയും പൊതുവെ നടക്കുന്ന പ്രോജക്റ്റുകളിലൊക്കെ തന്നെയും വിജയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിജയത്തിൻ്റെ സമവാക്യം ഉണ്ടാവുകയോ ചെയ്യും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പൊതുവെയുള്ള എല്ലാ ലക്ഷ്യങ്ങളും സാധൂകരിക്കാൻ ആഴ്ചയുടെ ആദ്യ പകുതി ഗുണകരമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 2ാം പകുതി താരതമ്യേന ഗുണമില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ആദ്യ പകുതിക്ക് ശേഷമുള്ള അടുത്ത ദിവസങ്ങൾ, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ധനം ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു. നട്ടെല്ലിനോ ത്വക്ക് സംബന്ധമായ ഭാഗത്തോ ഒക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27, 28 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7-ാം ഭാവത്തിലോട്ട് വന്നിട്ടുണ്ട്. രാഹു 3-ലേക്കും വന്നിരിക്കുന്നു. 3-ലെ രാഹു ഗുണമാണ്. 9-ലാണ് കേതുവിൻ്റെ സഞ്ചാരം. അപ്പോൾ ഭാഗ്യം ഒരേ സമയം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതേസമയം ആ ഭാഗ്യക്കേടിനെയും ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങളെയും ഒക്കെ മറികടക്കാൻ തക്കമുള്ള ഈശ്വരാധീനവും മനസ്സിൻ്റെ തെളിമയും ഊർജ്ജസ്വലതയും വർദ്ധിക്കുകയും ചെയ്യുന്ന കാലം. അങ്ങനെ ഒരു കാലമാണ് എപ്പോഴും നല്ലത്. കാരണം ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും എന്ന് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ തലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത്, മാനസികമായ കരുത്ത്, ഈശ്വരൻ്റെ അനുഗ്രഹം, ഭാഗ്യം, ഇതെല്ലാം ഒന്ന് വരുമ്പോൾ നമ്മൾ തീർച്ചയായും ആ ദോഷങ്ങളെ മറികടക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വയം അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുണ്ടാവുകയും ചെയ്യും. ഇവിടെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 3-ൽ നിൽക്കുന്ന രാഹു അവരുടെ മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു. അവരുടെ തൊട്ടടുത്തുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു. ബന്ധുഗുണങ്ങൾ വർദ്ധിക്കുന്നു. സഹോദര ഗുണങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മനസ്സിൻ്റെ വീര്യം വർദ്ധിക്കുന്നു. വേറിട്ട ബുദ്ധി പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടി വേറൊരു തരത്തിൽ തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലേ എന്നുള്ള ആശയങ്ങൾ വരുന്നു. അതെല്ലാം അവർക്ക് അവരുടെ വൈതരണികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസാധ്യം നൽകുന്നു. മാത്രമല്ല 7-ലെ വ്യാഴം അവരുടെ സഞ്ചാരത്തിൻ്റെ വഴി, ആ തടസ്സങ്ങൾ അത് സുഗമമാക്കുന്നു. ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും രൂപത്തിൽ വഴി തെളിഞ്ഞു കിട്ടുന്നു. മനസ്സിന് തെളിമയുണ്ടാകുന്നു. ഭാഗ്യം വർദ്ധിക്കുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം 9-ലെ കേതുവിൻ്റെ ദോഷവശങ്ങൾ. അപ്പോൾ പിതാവിന് ദോഷം, പിതാവിന് ശാരീരികമായ അവശതയൊക്കെ ഉണ്ടാകാം.
ഭാഗ്യത്തിന് തടസ്സമുണ്ടാകാം. വിദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ജോലിയുടെ കാര്യത്തിലായാലും ശരി, പഠനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിലായാലും ശരി, ചെറിയ തടസ്സങ്ങളും ആശങ്കകളും വരും. പക്ഷേ അതിനെ അതിജീവിക്കാൻ നിശ്ചയമായും സാധിക്കും. ഓർക്കുക, ശുക്രൻ അവർക്ക് 4-ൽ ഉച്ചനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പ്രവർത്തിക്കുന്നു അവിടെ മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകും. കൂടെ ശനിയുണ്ട്, കണ്ടക ശനിയുടെ രൂപത്തിൽ തന്നെ ഉണ്ട്. ആ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ആയതിനാൽ അതുപോലെ തന്നെ ശുക്രൻ എന്ന ശുഭഗ്രഹത്തിൻ്റെ കൂടെ ബന്ധുവായ ശുക്രൻ്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നതിനാലും ശനി തൽക്കാലം വലിയ കണ്ടകത്വ ദോഷം ഇവരിലേക്ക് ചൊരിയില്ല എന്ന് വേണം ചിന്തിക്കാൻ. ശുക്രൻ്റെ നില വളരെ ഗുണകരവുമാണ്. മാത്രമല്ല ബുധൻ 6-ലാണ് നിൽക്കുന്നത്. ബുധൻ്റെ 6-ലെ നിലയും ദോഷം ചെയ്യില്ല. സൂര്യൻ 6-ലും വലിയ ദോഷം ചെയ്യില്ല. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണ് കാണുന്നത്. അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് ഗുണമാണ് കാണുന്നത്. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ഇവരുടെ വീര്യം പറച്ചിലും വാക്കുകൾക്ക് സൗമ്യതയില്ലായ്മയും കുടുംബ ബന്ധങ്ങളിലെ കലഹവുമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യത, കലഹമുണ്ടാകാനുള്ള സാധ്യത, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയോട് വെറുപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ ശാരീരികമായ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപകടമോ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ തീ, ഇലക്ട്രിസിറ്റി ഇതുമൂലമോ ഒക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 ഉച്ചകഴിഞ്ഞ് 27, 28, 29, 30 സായാഹ്നം വരെയും പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി പൂർണ്ണമായും, അതായത് 7-ര ശനി പൂർണ്ണമായും മാറിയതാണ് മാർച്ച് 29-ന്. അതുപോലെ തന്നെ വ്യാഴം 5-ൽ നിന്നിരുന്നത് 6-ലോട്ട് മെയ് 14-ാം തീയതി രാത്രി മാറി. രാഹു 2-ലേക്ക് വന്നിരിക്കുന്നു. ബുധൻ 4-ൽ നിൽക്കുന്നത് നല്ലതാണ്. ചൊവ്വ 7-ലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ കേതു. അപ്പോൾ ഗ്രഹനില അത്ര നല്ലതല്ല. കാരണം 2-ലെ ആകെ ഗുണം ചെയ്യുന്നത് ഇവർക്ക് 3-ൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന ശനിയുമാണ്. ബാക്കി ഗ്രഹങ്ങളൊക്കെയും പിന്നെ 4-ൽ നിൽക്കുന്ന ബുധനും ഗുണമാണ്. അപ്പോൾ ശുക്രൻ്റെ ഗുണം ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട മകരക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് സ്വയം കുറേ കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകൾ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് വരുമാന സാധ്യതയും കാണുന്നുണ്ട്. അതൊരു തൊഴിലാക്കി മാറ്റാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതല്ല, സാധാരണ ഏതെങ്കിലും തൊഴിൽ മേഖലയിലാണ് ഇവർ ജോലി ചെയ്യുന്നതെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും കൂടുതൽ ആശയങ്ങൾ അവിടേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ കർമ്മമേഖല വലിയ ദോഷം കാണുന്നില്ല. എന്നാൽ മുഖം, വാക്ക്, പ്രവൃത്തി ഈ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. 2-ാം ഭാവം കൊണ്ട് തൊഴിലിടത്തെയും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെയും ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. ആ 2-ൽ നിന്നുകൊണ്ട് രാഹു നോക്കുന്നത് അഷ്ടമത്തിലേക്കുമാണ്. അപ്പോൾ ഈ 2 ഭാവങ്ങൾ, അതായത് അനാരോഗ്യ പ്രശ്നങ്ങൾ, ആയുസ്സിൻ്റെ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ സ്ഥലത്തെ പ്രശ്നങ്ങൾ, മുഖം, നാവ്, വാക്ക് ഇതെല്ലാം ശ്രദ്ധിക്കണം. വാക്കുകൾ പരുഷമായി വന്നാൽ, അത് ശനിയുടെ രാശിയിൽ കൂടി രാഹു നിൽക്കുന്നതിനാൽ വാക്കുകൾ പരുഷമായി വന്നാൽ അത് കടുത്ത ശത്രുതയിലേക്ക് പോകാം. ചില ബന്ധങ്ങളിൽ അത് വിള്ളൽ വരുത്താം. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് 2-ൽ നിന്നുകൊണ്ട് രാഹു നോക്കുന്നത് അഷ്ടമത്തിലേക്കാണ്. അവിടെ കേതു നിൽക്കുന്നത് സൂര്യൻ്റെ രാശി കൂടിയാണ്. ഇതെല്ലാം കൂടി ചിന്തിക്കുമ്പോൾ അവരുടെ തന്നെ പ്രവർത്തനം, അവരുടെ തന്നെ സ്വഭാവം, വാക്ക് ഇതെല്ലാം അവരുടെ ബന്ധത്തെ ഉലയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുഖത്ത്, പല്ലിന്, കണ്ണിന്, മൂക്കിന്, തൊണ്ട, ചുണ്ട് ഈ ഭാഗങ്ങൾ, മുഖം മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസോ മറ്റോ ഒക്കെ മുഖലേപനമായി ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ധനപരമായ കാര്യങ്ങളിൽ ഇവർക്ക് അല്പം നേട്ടം കാണുന്നുണ്ട്. രാഹു വിദേശത്തു നിന്ന് ധനത്തെയൊക്കെ വരുത്തും. അതുപോലെ വേറിട്ട വഴികളിലൂടെ, കർമ്മങ്ങളിലൂടെയും സൈഡ് ബിസിനസ്സിലൂടെയും ഒക്കെ വരുമാനം വരുത്തും. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതു കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു. ഈശ്വരാധീനം കുറഞ്ഞാണ് നിൽക്കുന്നത്. ആകെ ഞാൻ നേരത്തെ പറഞ്ഞു, ശുക്രൻ, ബുധൻ, ശനി ഈ 3 ഗ്രഹങ്ങളാണ് ഇവരെ സഹായിക്കുക. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. 3-ൽ ശുക്രനും ബുധനും 3-ൽ ശുക്രനും ശനിയും നിൽക്കുന്നു. അത് ഗുണത്തെ ചെയ്യും. അതുപോലെ തന്നെ 5-ലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ്റെ 5-ലെ നില അത്ര ഗുണകരമല്ല. എന്നാൽ സൂര്യൻ 5-ൽ നിൽക്കുന്നതും അത്ര ഗുണകരമല്ല. അപ്പോൾ സന്താനങ്ങൾക്ക് ദോഷമുണ്ടാകാം. എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപക്വതയോ പ്രശ്നങ്ങളോ വരാം. മനസ്സ് അകാരണമായി വേദനിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം.
ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഗുണകരമായ അവസ്ഥ കാണുന്നത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിലാണ്. അതായത് ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതി വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം. ആദ്യ പകുതിയിൽ ഇവർക്ക് എന്താണോ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയത് അത് രണ്ടാം പകുതിയിൽ, അതായത് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അത് നേടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൊട്ടേ എന്താണോ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കും. കൂടുതൽ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാന മാർഗം വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് പുറത്ത് സഞ്ചരിക്കാനും സഹവസിക്കാനും ഇടവരുന്നത് കൊണ്ട് മനസ്സിന് ആഹ്ലാദവും അതുപോലെ സാമീപ്യ സുഖവുമൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28 ഉച്ച കഴിഞ്ഞ് 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമാണ്. വ്യാഴം 5-ലാണ്. ജന്മശനി മാറിക്കഴിഞ്ഞു 2 മാസം മുമ്പ് തന്നെ. ശുക്രൻ 2-ൽ ബലവാനായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന രാഹു, അതുപോലെ 7-ൽ നിൽക്കുന്ന കേതു. രാഹു കേതുക്കളുടെ സാമീപ്യം ജന്മത്തിലുള്ളതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത. ഹിഡൻ ഡിസീസ് എന്നാണ് രാഹുവിനെ പറയുന്നത്. രാഹു പൊതുവെ ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണ്. പാമ്പിനെ മനസ്സിലോർത്താൽ മതി. സർവത്ര പാമ്പിനെ കാണാൻ സാധിക്കില്ല. എപ്പോഴും മാളങ്ങളിലോ എവിടെങ്കിലോ ഒളിഞ്ഞായിരിക്കും, ആയിട്ടായിരിക്കും കാണുക. പക്ഷേ ഉണ്ട് എന്നുള്ള ചിന്ത, ആശങ്ക, ഭയം, മരണഭയം, ഇതെല്ലാം രാഹു വരുത്തും. അപ്പോൾ ശരീരത്തിൽ ഹിഡനായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകാം. അതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ മലിന സ്ഥലത്ത് വിഷം ശരീരത്തിൽ ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരിക, അത്തരം ഹൈജീനിക് അല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ടി വരിക, അതിൻ്റെ അലർജി അസുഖങ്ങൾ ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. വൃക്ക, ലിവർ, ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ, കരൾ രോഗമോ മറ്റോ ഒക്കെ ഉള്ളവർക്കാണ് വർദ്ധിക്കാനുള്ള സാധ്യതയും. ഇല്ലാത്തവർക്ക് ദുശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആഹാരക്രമങ്ങളിൽ നിയന്ത്രണങ്ങളില്ലെങ്കിൽ, കൃത്യമായ എക്സസൈസൊക്കെ ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഗോചരാൽ രാഹുകേതുക്കൾ ജന്മത്തിൽ വരുമ്പോൾ സാധ്യതയുണ്ട്. സൂചനകൾ മാത്രമാണ്. എന്നാൽ 2-ലെ ശുക്രൻ, ദേവിയുടെ കടാക്ഷം ഇവരുടെ ധനപരമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും കുടുംബ സംബന്ധമായ കാര്യങ്ങളിലും ഉണ്ടാകും. അത് വലിയൊരു നേട്ടമാണ്. 7-ൽ നിൽക്കുന്ന കേതുവിൻ്റെ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാഹുകേതുക്കളുടെ ഒരവസ്ഥയെ ഒരു പരിധിവരെ തടയാൻ ശുക്രന് സാധിക്കും. 2-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് 7-ര ശനി പൂർണ്ണമായും മാറിയിട്ടില്ല എന്നുകൂടി ഓർക്കണം. തടസ്സങ്ങളും പ്രശ്നങ്ങളും ആശങ്കകളും വരാം. അതിനെയൊക്കെ മറികടക്കാൻ ശുക്രൻ്റെയും 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും ഗുണം ഇവർക്കുണ്ടാകും. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 4-ലെ ബുധനും ഇവർക്ക് ഗുണമാണ്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അങ്ങേയറ്റത്തെ കഴിവുകൾ അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മഭാഗം കൂടുതൽ പ്രോജ്വലമാക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കർമ്മമേഖല കൂടുതൽ തിളങ്ങുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള വരുമാന മാർഗവും ഭാവിയിൽ ഇവർക്ക് വർദ്ധിക്കാൻ സാധിക്കും. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉദരസംബന്ധമായ രോഗങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കടബാധ്യതയിൽ നിന്ന് മോചനവും തങ്ങളിൽ നിന്ന് കൊണ്ടുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനും പണവും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജലജന്യമായ അസുഖങ്ങളോ ഉദരസംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26 ഉച്ചവരെയും ശേഷം 30 സായാഹ്നത്തിന് ശേഷം 31 ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ, ശനി കൂടി ഉണ്ടെങ്കിലും ശുക്രൻ അവിടെ ബലം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഇവർക്ക് കുറച്ചുകൂടി മനസ്സിനും ശരീരത്തിനും സൗന്ദര്യം, സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ജന്മശനിയുടെ ആഘാതം ഇവരിൽ പലർക്കുമുണ്ട്. മെയ് 14 വരെ വ്യാഴം 3-ലാണ് സഞ്ചരിച്ചിരുന്നത്. അത് സാമ്പത്തികമായ പരുങ്ങൽ അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നു. 4-ൽ വ്യാഴം വളരെ ഗുണം ചെയ്യും എന്നല്ല. 2, 5, 7, 9, 11 ഭാവങ്ങളിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണം കൊടുക്കുക. ഇവിടെ 4-ൽ സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടക വ്യാഴൻ എന്നാണ് പറയുക. എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴം കണ്ടക ശനിയെപ്പോലെ വലിയ ദ്രോഹമൊന്നും ചെയ്യില്ല. അത്യാവശ്യം ധനം വീടിൽ വരും. കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ഒന്ന് നടന്നു പോകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാവും. പ്രവർത്തനങ്ങളിൽ അതുപോലത്തെ അവസ്ഥകൾ ഉണ്ടാവും. ഒന്നും വലുതായി വരില്ല, എങ്കിലും കുറേയൊക്കെ ഗുണമുണ്ടാകും. മാതാവിന് ശാരീരികമായ ആവശ്യതയോ വാഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
എപ്പോഴും ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുപോകും. അത് വേണോ ഇത് വേണോ എന്ന ചിന്ത ഇവർക്കുണ്ടാകാം ഈ സമയത്ത്. അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരാം. 3-ൽ നിൽക്കുന്ന ബുധനും അത്ര ഗുണമല്ല, എന്നാൽ 3-ലെ സൂര്യൻ ഇവർക്ക് ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഒരു 50% പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ സന്നദ്ധത വർദ്ധിക്കുകയും അതേ 50% തന്നെ പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ സാമീപ്യത്തെ കുറച്ചു കളയുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ൽ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ. അതും അത്ര നല്ലതല്ല ചൊവ്വ 5-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് ദോഷമോ ഇവരുടെ തന്നെ ഭാഗ്യത്തിന് തടസ്സമോ ഉണ്ട്. ആകെ അനുഗ്രഹമായി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. പിന്നെ അല്പമെങ്കിലും ഗുണം പറയാവുന്നത് ഈ പറയുന്ന 4-ൽ നിൽക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 6-ൽ സഞ്ചരിക്കുന്ന കേതു. 6-ൽ സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ അവരെക്കുറിച്ച് അത്ര വലിയ അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പ്രതീക്ഷിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവരിലേക്ക് ധനം എത്തിച്ചേരാം. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കര, ഈ നക്ഷത്രക്കാർക്ക് ഇവർ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്ന ചില കടബാധ്യതകളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനമുണ്ടാകാം. അത് കൃത്യമായി പണം കൊടുത്തുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ ഇടപെട്ട് അതിലൊരു മാറ്റമുണ്ടാകാം. അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അതിനെ അത്യാവശ്യം ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള മേലധികാരികളോ മറ്റ് പ്രവർത്തകരോ ഉണ്ടാകാം. ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യാധികൾ ഇവരെ ഇപ്പോഴും പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കരുതലോടുകൂടി തങ്ങളുടെ ഓരോ കാലടി വെപ്പും വളരെ സൂക്ഷിച്ചു വേണം ഇവർ മുന്നോട്ട് പോകുവാൻ. ദേവിയുടെ കടാക്ഷമാണ് ഇവരെ ആകെ ഇപ്പോൾ അനുഗ്രഹിക്കുക. ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് നിൽക്കാനുള്ള ഒരു ശാരീരികവും മാനസികവുമായ സൗന്ദര്യവും കരുത്തും ഇപ്പോൾ ഇവർക്കുണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 26 ഉച്ച കഴിഞ്ഞ് 27, 28 ഉച്ചവരെ നല്ലതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരത്തിനായിട്ട് ശനിയാഴ്ച വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരൻ്റെ, നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ അയ്യപ്പസ്വാമിക്കോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനോ വഴിപാടുകൾ നടത്തുക. നീരാഞ്ജനം കഴിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കാം. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴക്ഷേത്രത്തിൽ ദർശനം, വ്യാഴക്ഷേത്രത്തിലെന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്ക് പ്രത്യേകമായി പൂജകൾ ചെയ്യുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ വളരെ നല്ലതാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് 100 പാലും നൽകുക, പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിനോ. അതുപോലെ ഗണപതിക്ക് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയോ നമ എന്നോ ജപിക്കുക. കേതുദോഷ പരിഹാരത്തിനാണ് ഇത് ചെയ്യേണ്ടത്. കറുകമാല അർപ്പിക്കുക, നാളികേരം ഉടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യമൊക്കെ വളരെ ഗുണകരം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.